ഒരു ആക്ഷൻ മൂവി കാണുന്നതിന്റെ ത്രില്ല് ഇരിക്കായിരുന്നല്ലേ? ഈ വീഡിയോ ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ നിന്നും പ്രൊഡക്ഷൻസ് അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എക്സിറ്റ് ആവുകയാണെന്ന് അറിയിച്ച ഫോർഡ് കമ്പനിയുടെ കാറിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളതിന്റെ ഒബ്ജക്റ്റീവ് ഫോർഡ് കമ്പനിക്ക് എന്ത് സംഭവിച്ചെന്നും ഫോർഡ് കമ്പനി ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ആകുമ്പോൾ എന്തെല്ലാം കോൺസിക്വൻസ് ആണ് വരാൻ പോകുന്നതെന്നും നമ്മുടെ സിലബസിലുള്ള, അതായത് കൊമേഴ്സ് മേഖലയിലുള്ള EA, ACCA, CMA തുടങ്ങിയിട്ടുള്ള കരിക്കുലത്തിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഫോർഡിന്റെ കേസ് സ്റ്റഡി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണൂ. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ഈ ഒരു ഫോർഡ് കമ്പനിയിൽ എന്താണ് സംഭവിച്ചത്. ഇന്ത്യയിൽ ഫോർഡ് കമ്പനി ഈ ഒരു അനൗൺസ്മെന്റിന് തൊട്ട് മുന്നേ വരെ 2 യൂണിറ്റുകളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഗുജറാത്തിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നു. സിമിലർലി തമിഴ്നാട്ടിലെ ചെന്നൈയിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഈ രണ്ടിലെയും പ്രൊഡക്ഷൻസും അസംബ്ലിയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇനി ഇന്ത്യയിൽ ഡയറക്ട്ലി പ്രൊഡക്ഷൻ ചെയ്യാതെ അവരുടെ മറ്റുള്ള ഫാക്ടറീസിൽ, മറ്റുള്ള പ്ലാന്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത കാസുകൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് സെല് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇവരുടെ റീസ്ട്രക്ചറിംഗ് പ്ലാൻ എന്ന് ഫോർഡ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ കറന്റ് മാർക്കറ്റിലുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻറ്റവർ, അതുപോലെ ഇക്കോസ്പോർട്ട്, ഇങ്ങനെയുള്ള കാറുകളുടെ എല്ലാം പ്രൊഡക്ഷനും സെയിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സെയിലുണ്ട് അവരുടെ ഇൻവെന്ററി തീരുന്നത് വരെ. ഇനി കുറച്ചുകൂടി പ്രീമിയം കാറുകളായ മസ്താങ്, അതുപോലെ റാപ്റ്റർ ഒക്കെയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിലോട്ട് ഫോർഡ് കമ്പനിയെ എത്താനുണ്ടായ കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം കൺസിഡർ ചെയ്യാം. മെയിൻലി 3 റീസൺസ് ആണ് ഫോർഡ് കമ്പനി ഈ ഒരു റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം, ആക്ച്വലി നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം എന്നാണ് ഫോർഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് അവരുടെ മീഡിയ ത്രൂ നമ്മൾ കേൾക്കുന്നത്. ഫസ്റ്റ് വൺ ഓഫ് ദി റീസൺ നിങ്ങൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് പോലെ, ഫസ്റ്റ് റീസൺ അവർ നമ്മുടെ ഇന്ത്യൻ ലോക്കൽ മാർക്കറ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിൽ കുറച്ച് അവരുടെ സ്ട്രാറ്റജിയിൽ വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും വളരെ അത്യാവശ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഹൈലി മൈലേജ് ഉള്ള, ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള കാറുകളും വളരെ കോമ്പാക്ട് സ്മോൾ കാറുകളായിരുന്നു വിറ്റുപോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഫോർഡ് കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൈ പവർ ഉള്ള, ഹൈ പെർഫോമൻസ് എൻജിൻസ് ഒക്കെയുള്ള കാർസിലായിരുന്നു. അത് അവരുടെ കാറുകൾ യൂസ് ചെയ്യുന്ന ഇക്കോസ്പോർട്ടും എൻഡോവർക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം മസ്കുലർ ആണ് ഫോർഡ് കമ്പനിയുടെ കാറുകൾ എന്നുള്ളത്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും ടോട്ടൽ മാർക്കറ്റ് ഷെയറിന്റെ വളരെ കുറഞ്ഞ പെർസെന്റേജ് മാത്രമായിരുന്നു ഫോർഡ് കമ്പനിക്ക് ഇത്രയും കാലത്തെ ഓപ്പറേഷൻസിലൂടെ ഇന്ത്യയിലൂടെ നേടിയെടുക്കാൻ പറ്റിയിരുന്നത്. അതുമാത്രമല്ല, വേറൊരു കാരണം ഉണ്ടായിരുന്നത് ലാക്ക് ഓഫ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂ കാർസുകൾ, ന്യൂ മോഡൽസുകൾ ഇറക്കുന്നതിൽ വളരെ സ്ലോ ഡൗൺ ആയിരുന്നു ഈ ഒരു ഫോർഡ് കമ്പനി ഇന്ത്യൻ ഓപ്പറേഷൻസിൽ. ഇപ്പൊ അവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടായിരുന്നു, ഫോർഡ് ഐക്കോൺ കാറുകൾ മാത്രം അവർ കുറെ പീരീഡുകൾ വിറ്റുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ മാത്രം മെയിൻലി പ്രൊജക്ട് ചെയ്തുകൊണ്ട് അവർ സെയിൽ ചെയ്ത ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോയ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയ മാരുതി സുസുക്കിയും ഹ്യുണ്ടായികളും പീരിയോഡിക്കലി വിത്തിൻ ഷോർട്ട് പീരീഡിൽ തന്നെ, ഷോർട്ട് ലൈഫ് സൈക്കിളിൽ തന്നെ പുതിയ പ്രൊഡക്റ്റുകളും പുതിയ കാറുകൾ, അവരുടെ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് നെക്സ്റ്റ് മോഡൽ കാറുകൾ ഇറക്കിക്കൊണ്ടിരുന്നു. ഇത് ഫോർഡ് കമ്പനി തിരിച്ചറിഞ്ഞെങ്കിലും അവരുടെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർസുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ബട്ട് അവർ ഒരു ലേറ്റ് ആയിട്ടാണ്, കമ്പയർഡ് ടു ദിയർ കോമ്പറ്റീറ്റേഴ്സ് വളരെ ലേറ്റ് ആയിട്ടാണ് കാറുകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്ററുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ സെയിൽസ് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീറ്റീവ് കുറയുകയും ഇവരുടെ ഫൈനാൻഷ്യൽ ഫിഗേഴ്സിൽ ഇത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ടോട്ടൽ ഇന്ത്യൻ ഓപ്പറേഷൻസിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് $2.5 ബില്യൺ എന്നാണ് ഫോർഡിന്റെ വക്താവിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതായത് $2.5 ബില്യൺ ആണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കാലത്തെ ഓപ്പറേഷൻസിലൂടെ ഫൈനാൻഷ്യൽ ഫിഗേഴ്സ് നോക്കുമ്പോൾ അറൌണ്ട് 2 ബില്യണോളം ലോസ് തന്നെ വന്നിട്ടുണ്ട്. 2 ബില്യണോളം ഓപ്പറേറ്റിംഗ് ലോസ് തന്നെ കറന്റ്ലി അക്യുമുലേറ്റഡ് ലോസസ് ആയിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റിപ്പോർട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ ഏത് കൺസിഡർ ചെയ്തിട്ടുള്ള ആക്ച്വലി നമ്മുടെ അസറ്റ്സിന് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള റൈറ്റ് ഡൗൺ ഓഫ് അസറ്റ്സിന്റെ വാല്യൂലുണ്ടായ ഇടിവ് അത് ഏകദേശം $0.8 ബില്യൺ ഉണ്ട്. ഇത് രണ്ടുകൂടി കൂട്ടിയെടുക്കുമ്പോൾ അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻസിൽ ഇൻവെസ്റ്റ്മെന്റ് ആയ $2.5 ബില്യൺ എത്രയോ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഓപ്പറേഷൻസ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ള കറന്റ്ലിയുള്ള സിസ്റ്റം തന്നെ റൺ ചെയ്യുവാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റും കഴിഞ്ഞ് ഇനിയും ഒരുപാട് ലോസസ് കമ്പനിക്ക് ഇൻകർ ചെയ്യും എന്നുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ലോസസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറന്റ്ലി ഫോർഡ് കമ്പനി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്.
ശ്രദ്ധിക്കുക, ഒരിക്കലും ഫോർഡ് കമ്പനി കംപ്ലീറ്റ്ലി എക്സിറ്റ് ആവുന്നില്ല. ഫോർഡ് കമ്പനി അവരുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി അവരെന്താ ചെയ്യാൻ പോകുന്നത്, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കുറച്ചൊരു പ്രീമിയം കാർസുകൾ സെല് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ ഫോർ ദി ഫോർഡ് കമ്പനി. നമുക്കിത് നമ്മുടെ സിലബസിലെ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റുമായിട്ട് ഒന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പെട്ടെന്ന് സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്ന് പെട്ടെന്ന് പറയണം. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഓർഗനൈസേഷൻ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യും. ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് വേയിലോ ഈ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ ഇഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇഫക്ട് ചെയ്യപ്പെടുന്ന ഓർഗനൈസേഷൻ അവരുടെ ഓപ്പറേഷൻസിലൂടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷൻസിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടോ ഒരു നെഗറ്റീവ് ആയിട്ടോ ഇഫക്ട് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെയോ ഇൻഡിവിജ്വലിനെയോ ആണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഷെയർ ഹോൾഡർ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. നമുക്ക് ബിസിനസ്സിലോട്ട് ലെൻഡേഴ്സ് കടമായിട്ട് കമ്പനി ബോറോ ചെയ്തിട്ടുള്ള ബാങ്ക്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ഇവർ മറ്റൊരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അതുപോലെ ഗവൺമെന്റ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇവരെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കമ്പനി റൺ ചെയ്യുന്ന മാനേജ്മെന്റ് ടീമിലുള്ള ആൾക്കാർ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. കാരണം ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടേതായ ക്ലെയിംസ് ഉണ്ട്. സ്റ്റേക്ക് ഹോൾഡർ ക്ലെയിംസ്, വോൺസ്. ഓർഗനൈസേഷൻ അവർക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഷെയർ ഹോൾഡറിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഷെയർ ഹോൾഡറിന് വേണ്ടത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിലൂടെ, പെർഫോമൻസ്, അവര് ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ഇവരുടെ കയ്യിലുള്ള ഷെയറിന്റെ വാല്യൂ അവർ ഇൻക്രീസ് ചെയ്യണം. ഷെയറിന്റെ കയ്യിലുള്ള വാല്യൂ അവർ ഇൻക്രീസ് ചെയ്യണം. ഇതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കിട്ടണം. ഇതേ സമയത്ത് നമ്മളൊന്ന് എംപ്ലോയീസ് എന്ന സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എംപ്ലോയീസിന്റെ സ്റ്റേക്ക് ഹോൾഡർ ക്ലെയിം, അല്ലെങ്കിൽ അവർ കമ്പനിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം, നല്ല സാലറി, ഇൻസെന്റീവ്, അവരുടെ ജോബിന് നല്ല സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അവർ കമ്പനിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എംപ്ലോയീസ് എന്ന സ്റ്റേക്ക് ഹോൾഡറിലാണ് നമ്മുടെ മാനേജ്മെന്റ് ടീം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നല്ല സാലറി അവർക്ക് കൊടുക്കുന്നു, നല്ല ഇൻസെന്റീവ്സ് കൊടുക്കുന്നു, അതുമൂലം നമ്മുടെ പ്രോഫിറ്റ് കുറയും. ഇത് ആക്ച്വലി ആരെ ഹിറ്റ് ചെയ്യും, ആരുടെ ക്ലെയിമിനെ ഹിറ്റ് ചെയ്യും? നമ്മുടെ ഷെയർ ഹോൾഡർ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേക്ക് ഹോൾഡറിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും ക്ലെയിംസുകൾ ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാർ ചില ആൾക്കാരുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലെയിംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പം മറ്റുള്ള ആൾക്കാരുടെ ക്ലെയിംസിന്റെ എക്സ്പെൻസിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇപ്പൊ എംപ്ലോയീസിന്റെ സ്റ്റേക്ക് ഹോൾഡർ ക്ലെയിം നമ്മൾ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പം ഒബ്വിയസ്ലി ഷെയർ ഹോൾഡേഴ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ ഏത് സ്റ്റേക്ക് ഹോൾഡറിനെയാണ് കൂടുതലും കൺസിഡർ ചെയ്യേണ്ടത്? അതിന് നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ പവർ ഉള്ള, ഏറ്റവും കൂടുതൽ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ്, രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള, കമ്പനിയിൽ ഏറ്റവും കൂടുതൽ കറന്റ്ലി ലെവൽ ഓഫ് ഇൻട്രസ്റ്റും കൂടുതലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരെയാണോ അവരെയാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. അവരുമായിട്ട് ബന്ധപ്പെടുന്ന എന്ത് കാര്യങ്ങളും ചെറിയ ചേഞ്ചസ് ഉണ്ടായാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി അവർക്കുള്ള ആക്ഷൻ പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഇവിടെയാണ് നമ്മൾ ഫോർഡ് കമ്പനിയുടെ എക്സാമ്പിളിലോട്ട് തിരിച്ചു വരുന്നത്. റൈറ്റ് നൗ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർഡ് കമ്പനിയിൽ നിന്നും ഓൾറെഡി ഇതുപോലെയുള്ള റാപ്റ്റർ പോലെയുള്ള കാറുകൾ, ഇന്ത്യയിലെ റാപ്റ്റർ കാർസ് ഇല്ല, നമ്മുടെ ഒരു ഡിസ്കഷന് വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഇന്ററാക്ഷൻ വേണ്ടി വെച്ചെന്നുള്ളൂ. ഇതുപോലെ ഫോർഡ് കമ്പനിയുടെ കാറുകൾ മേടിച്ചുള്ള കറന്റ്ലി ഉള്ള കസ്റ്റമേഴ്സ്, ഒബ്വിയസ്ലി കസ്റ്റമേഴ്സ് നല്ല പവർഫുൾ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ ആണ്. ലെവൽ ഓഫ് ഇൻട്രസ്റ്റും എന്തായാലും ഉണ്ടായിരിക്കും. ബട്ട് ഫോർഡ് കമ്പനിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ ഒരു റീകൺസ്ട്രക്ഷൻ പ്ലാനിനെ പറ്റിയുള്ള അനൗൺസ്മെന്റിന് ശേഷം ഓബ്വിയസ്ലി അവരുടെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ടാവും. ദൈവമേ, ഞാൻ മേടിച്ച കാറ് ആ കമ്പനി ഇവിടുന്ന് എക്സിറ്റ് ആവുകയാണ്. സോ അങ്ങനെയെങ്കിൽ ഈ കമ്പനിയെ പറ്റി എന്തായിരുന്നു, ഈ കമ്പനി ആരായിരുന്നു, എത്ര പീരീഡ് ഇവിടെ ഉണ്ടായിരുന്നു, ഇനി ഇവരുടെ പ്ലാൻസ് എങ്ങനെയാണ്, തുടങ്ങി കുറെ കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ന്യൂസുകളൊക്കെ കേൾക്കാൻ വേണ്ടി വളരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും കസ്റ്റമേഴ്സ് ഇപ്പം ടെൻസ്ഡ് ആയിട്ടുള്ളത് 3 കാര്യങ്ങളിലാണ്. നമ്പർ 1, ഫസ്റ്റ് വൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ഈ ഒരു കമ്പനി ഉണ്ടെങ്കിലേ ആ കമ്പനി ത്രൂ ഉള്ള ഡീലേഴ്സ് വഴി ഇവർക്ക് ഒരു പ്രോപ്പർ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവത്തുള്ളൂ. സോ ഞങ്ങളുടെ ആഫ്റ്റർ സെയിൽ സർവീസ് ഇനി എന്തായിരിക്കും, അവർ ഭയങ്കര ടെൻസ്ഡ് ആണ്. മറ്റൊരു കാര്യം, കാറുകളൊക്കെ നമ്മൾ ഒരു 2 മാസത്തിനോ 3 മാസത്തിനോ ഷോർട്ട് പീരീഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന അസറ്റ് അല്ല. ഒരു ലോങ് പീരീഡിലോട്ട് ഒരു മിനിമം എല്ലാവരും ഒരു 3 to 5 years എങ്കിലും കാറുകൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. സോ അവിടെ നമ്മൾക്ക് ഈ കമ്പനി അഷ്യൂർ ചെയ്തിട്ടുള്ള വാറന്റി കവറേജുകളൊക്കെ ഇനി എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്, ഇതിനും വളരെ ടെൻസ്ഡ് ആയിരിക്കും.
അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ റീസെയിൽ വാല്യൂ ആണ്. നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ ഇനി ഈ ഒരു കാറിനെ വിറ്റാൽ എത്രത്തോളം ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന കാശ്, അത് കുറയാനാണ് ചാൻസ്. എന്തുകൊണ്ടാണ്? ഈ ഫോർഡ് എന്ന കമ്പനി ഇവിടെ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത്, അവരുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഓബ്വിയസ്ലി ഇതിന്റെ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി കുറഞ്ഞേക്കാം. ഇനി പോട്ടെ, അവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും പുറമേ നിന്നും ഇമ്പോർട്ട് ചെയ്യുവാണ് ഇങ്ങോട്ടെങ്കിൽ ഓബ്വിയസ്ലി ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് സ്പെയർ പാർട്സിന്റെ കോസ്റ്റ് കൂടും. സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി സ്കേസ് ആവുകയോ അല്ലെങ്കിൽ സ്പെയർ പാർട്സിന്റെ കോസ്റ്റ് കൂടുകയോ ചെയ്താൽ ഓബ്വിയസ്ലി ആ ഒരു അസറ്റിന്റെ, ആ ഒരു കാറിന്റെ റീസെയിൽ വാല്യൂ കുറയും. ഇതിലൊക്കെ വളരെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് കസ്റ്റമേഴ്സ് എവിടെ നിന്ന് കിട്ടുന്ന ന്യൂസ് ആയാലും അത് ഫോർഡ് കമ്പനിയുടെ വക്താവായിക്കൊള്ളുന്നില്ല, ഏതൊരു യൂട്യൂബറോ അല്ലെങ്കിൽ ഏതൊരു കൺസൾട്ടന്റോ എവിടെ നിന്ന് കിട്ടുന്ന ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. സോ പലതരത്തിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു മൊമെന്റില് ഫോർഡ് എന്ന കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങളൊന്ന് ഇങ്ങനെ ആലോചിച്ചു, നിങ്ങൾ ആ ഫോർഡ് കമ്പനിയുടെ മാനേജ്മെന്റ് ടീമിലുള്ള ഒരാളാണ്. ഇപ്പം റൈറ്റ് നൗ കസ്റ്റമേഴ്സ് ഓൾറെഡി പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അതിന്റെ പുറമെ ഈ ഒരു കസ്റ്റമേഴ്സിന്റെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പൊ വളരെ കൂടുതലാണ്. എന്താണ് നടക്കുന്നത് നല്ല രീതിയിൽ അറിയണം. സോ പ്രോപ്പർലി നമ്മൾ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ നെഗറ്റീവ്ലി കമ്പനിക്ക് ഇമ്പാക്ട്ഫുൾ ആവാൻ പോകുന്ന ഒരു കാര്യമാണിത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഫോർഡ് കമ്പനിയുടെ അവരുടെ ചെയർമാനും പ്രസിഡന്റ്സ് എല്ലാവരും കൂടിയിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജസിലേക്ക് നല്ലൊരു അവരുടെ കസ്റ്റമേഴ്സുമായിട്ടും അവരുടെ കസ്റ്റമേഴ്സ് മാത്രമല്ല ഡീലേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഓക്കെ, സോ ആ ഒരു വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ചു കേൾക്കുക. ആക്ച്വലി ഇത് കസ്റ്റമേഴ്സിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കുന്നുള്ളൂ. കസ്റ്റമേഴ്സിന്റെ അല്ലാതെയും വേറെ വീഡിയോസ് ഉണ്ട്. റൈറ്റ് നോ ഇതൊന്ന് കേൾക്കും നിങ്ങൾ. 1 second. Now a message for the existing customers of our vehicles. Ford has a long and proud history and over 1 million customers in India. I want to be clear that we are not leaving and will continue to take care of you like family. We will be working closely with our dealers, all of whom have supported Ford for long, to ensure accessibility of service and spare parts, quality of service with a family wali feeling, competitive cost of ownership, and the honoring of our warranty promise. In the end, I thank you for the trust and seek your support in this transition. The restructuring of our business gives us നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ തന്റെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ലെങ്ത് വീഡിയോ തന്നെയുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെച്ചേക്കാം. നിങ്ങളൊന്ന് വാച്ച് ചെയ്യൂ. എങ്ങനെയാണ് ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, പവർഫുള്ളും ലെവൽ ഓഫ് ഇൻട്രസ്റ്റും വളരെ കൂടിയിട്ടുള്ള ഈ കസ്റ്റമറിനെ എങ്ങനെയാണ് ഇത് കസ്റ്റമേഴ്സിനെ മാത്രമല്ല ഡീലേഴ്സിനെയും എങ്ങനെയാണ് ഈ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്നും സ്റ്റേക്ക് ഹോൾഡറിനെ മാനേജ് ചെയ്തെന്ന് നല്ലൊരു എക്സാമ്പിൾ ആണ്. സോ ഹോപ്പ്ഫുള്ളി നമ്മുടെ കറന്റ് ഉള്ള ഫോർഡ് കമ്പനിയുടെ കസ്റ്റമേഴ്സിനൊക്കെ ഇവർ ഇപ്പോഴും വീണ്ടും അഷ്യൂർ ചെയ്ത, പ്രോമിസ് ചെയ്ത ഈ ഒരു സർവീസസ് ഒക്കെ അതുപോലെ തന്നെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മൾ നല്ല എക്സൈറ്റ്ലി വെയിറ്റിംഗ് ആണ്. ഇനി ഫോർഡിന്റെ ആ ഒരു റീസ്ട്രക്ചറിങ് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും അവർ ഇമ്പോർട്ട് പുതിയ കാറുകൾ, മസ്താങ്, റാപ്റ്റർ, ഇതൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ റോഡുകളിലൂടെ ഒരുപാട് പേര് യൂസ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയണം. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കറന്റ് ഇവരുടെ പ്ലാന്റുകൾ, വലിയ അസറ്റ്സ്, വലിയ ഫാക്ടറി അല്ലേ. നമ്മൾ നേരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ ഞാൻ അത് പ്ലേ ചെയ്തു. വലിയ ഫാക്ടറിയാണ്. ഇതിനെന്ത് സംഭവിക്കും? റൈറ്റ് നോ ഒരുപാട് കാർ മാനുഫാക്ചറിംഗ് കമ്പനീസ്, എസ്പെഷ്യലി മോറിസ് ഗാരേജ്, MG ഹെക്ടർ എന്നൊക്കെ നമ്മൾ അവരുടെ MG കമ്പനി ഇതിന്റെ മുകളിൽ ഒരു നോട്ട് ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. അവർ അതിനെ അക്വയർ ചെയ്യാൻ പോകുന്നതാണ്. സോ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനുണ്ട്. അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം, നല്ല വിജിലന്റ് ആയിട്ടിരിക്കാം. റൈറ്റ് നോ നമുക്ക് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണലി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയോട് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.